ലോകത്ത് ഏറ്റവും അധികം ആളുകൾ കണ്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ കലാസൃഷ്ടികളിൽ ഒന്നാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ. ലൂവ്രെ മ്യൂസിയത്തിലെ ഒരു ചെറിയ മുറിയിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ചിത്രം കാഴ്ചക്കാരെ ആകർഷിക്കുന്നത് അതിന്റെ മനോഹാരിത കൊണ്ട് മാത്രമല്ല, നൂറ്റാണ്ടുകളായി ഉത്തരം കിട്ടാതെ ഒട്ടേറെ നിഗൂഢതകൾ അത് ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ടാണ്. ആരാണ് ഈ സ്ത്രീ? അവളുടെ പുഞ്ചിരിക്ക് പിന്നിലെ രഹസ്യം എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ എന്നും കലാകാരന്മാരെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ ആകർഷിക്കുന്നു. ചിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഡാവിഞ്ചി ഒളിപ്പിച്ചു വെച്ച വിശദാംശങ്ങളാണ് മൊണാലിസയെ ഇത്രയധികം നിഗൂഢമാക്കുന്നത്. ഒരു പ്രത്യേക കോണിൽ നിന്ന് മാത്രം കാണാവുന്ന നേരിയ പുരികങ്ങൾ, ഓരോ തവണ നോക്കുമ്പോഴും മാറുന്നതായി തോന്നുന്ന ആ വിഖ്യാത പുഞ്ചിരി, പശ്ചാത്തലത്തിലെ മങ്ങിയ ഭൂപ്രകൃതിയിലെ സൂക്ഷ്മമായ രഹസ്യങ്ങൾ എന്നിവയെല്ലാം അതിൽ ചിലതാണ്. ഈ ചിത്രത്തെ കേവലം ഒരു പോർട്രേറ്റായി കാണാൻ കഴിയില്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതയും സൗന്ദര്യത്തെയും കുറിച്ച് ഡാവിഞ്ചി നൽകിയ ഒരു സൂചനയായി ഇതിനെ കണക്കാക്കാം. ഓരോ കാഴ്ചക്കാരനും ഓരോ തവണ നോക്കുമ്പോഴും പുതിയൊരു അനുഭവം നൽകുന്ന ഈ ചിത്രത്തിന്റെ മാന്ത്രികത അതുകൊണ്ട് തന്നെ അവസാനിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഡാവിഞ്ചി ഒളിപ്പിച്ച മൊണാലിസയിലെ ആ അവിശ്വസനീയമായ നിഗൂഢതകളെ കുറിച്ച് നോക്കാം. വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫയൽസ്. മൊണാലിസയെ കുറിച്ച് പറയും മുമ്പ് മൊണാലിസയുടെ സൃഷ്ടാവ് ലിയനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് പറയണം. നവോത്ഥാന ചരിത്രത്തിലെ ഭാവനാശാലിയായ ജീനിയസ് എന്നാണ് ഡാവിഞ്ചി വിശേഷിപ്പിക്കപ്പെടുന്നത്. ചിത്രകാരൻ എന്നതിനൊപ്പം തന്നെ ശില്പി, ആർക്കിടെക്ട്, എഞ്ചിനീയർ, ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ച അതുല്യനായ വ്യക്തിയായിരുന്നു ഡാവിഞ്ചി. ഇറ്റലിയിലെ ഫ്ലോറൻസ് പ്രവിശ്യയിലെ വിൻസിക്കടുത്തുള്ള ടസ്കൻ പട്ടണത്തിൽ 1452 ഏപ്രിൽ 15 ഡാവിഞ്ചിയുടെ ജനനം. സർ പിയറോ എന്ന ധനികനായ അഭിഭാഷകന് കർഷക കുടുംബത്തിലെ കൗമാരക്കാരിയിൽ വിവാഹം കഴിക്കാതെ ജനിച്ച കുഞ്ഞായിരുന്നു ഡാവിഞ്ചി എന്നും, എന്നാൽ ഡാവിഞ്ചിയുടെ അമ്മ അടിമയായ ഒരു ചൈനക്കാരി യുവതിയായിരുന്നു എന്നെല്ലാം വാദമുണ്ട്. ഒരു ഇറ്റാലിയൻ ഗവേഷകനാണ് ഇത്തരത്തിലൊരു വാദം ഉന്നയിച്ചത്. അദ്ദേഹം വരച്ച വിഖ്യാതമായ ചിത്രം മൊണാലിസയിലെ മുഖം സ്വന്തം അമ്മയുടേത് തന്നെയാണെന്നും ഇയാൾ വാദിക്കുന്നു. ചരിത്ര ഗവേഷകനും നോവലിസ്റ്റുമായ ആഞ്ചലോ പർട്ടിക്കോയാണ് ലോകത്തിന് ഇന്നും ഉത്തരം ലഭിക്കാത്ത ചോദ്യത്തിന് പുതിയൊരു ഉത്തരം നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ വാദം ഇങ്ങനെയായിരുന്നു: ലിയനാർഡോ ഡാവിഞ്ചിയുടെ പിതാവ് ഒരു നോട്ടറി ആയിരുന്നു. വലിയ സമ്പാദ്യത്തിന് ഉടമകളായ ഇവർക്ക് വീട്ടിലും തൊഴിൽ സ്ഥലത്തുമായി ഇറ്റലിയിലും സ്പെയിനിലും കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന അടിമകൾ ഉണ്ടായിരുന്നു. അതിലൊരു അടിമയായിരുന്നു ചൈനക്കാരിയായ കത്രീനയും. ഡാവിഞ്ചിയുടെ പിതാവിന് കത്രീനയുടെ താല്പര്യം തോന്നുകയും ഇയാളിൽ നിന്ന് ഗർഭിണിയായ കത്രീനയെ പ്രസവത്തിനായി 1452 ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നിന്ന് സമീപ പട്ടണമായ വിഞ്ചിയിലേക്ക് കൊണ്ടുവന്നു. അതേ വർഷം തന്നെ ലിയനാർഡോ ഡാവിഞ്ചിക്ക് ജന്മം നൽകിയ കത്രീന പിന്നീട് ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു. ഡാവിഞ്ചി വളർന്ന് വലുതായപ്പോൾ ചിത്രം വരയ്ക്കുന്നതിൽ പ്രാഗൽഭ്യം കാണിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ അമ്മയായ കത്രീനയുടെ ചിത്രം അദ്ദേഹം വരയ്ക്കുകയായിരുന്നുവെന്നും ആഞ്ചലോ പർട്ടിക്കോ പറയുന്നു. മൊണാലിസയുടെ പിന്നിൽ ചൈനീസ് ഭൂപ്രകൃതി കാണാമെന്നും ഡാവിഞ്ചി സസ്യബുക്ക് ആയിരുന്നുവെന്നത് ചൈനീസ് ബന്ധസാധ്യത തെളിയിക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, അക്കാലത്ത് യൂറോപ്യരിൽ സസ്യബുക്കുകൾ വളരെ അപൂർവമായിരുന്നു. ചൈന പോലുള്ള കിഴക്കൻ രാജ്യങ്ങളിൽ അത്തരക്കാർ കൂടുതലും. ഡാവിഞ്ചിയുടെ ബന്ധുക്കളെ ഫ്ലോറൻസിൽ സംസ്കരിച്ചടുത്ത് നിന്ന് DNA സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചാൽ സംശയം തീർക്കാമെന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ 500 വർഷങ്ങൾക്കിപ്പുറവും ഡാവിഞ്ചിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളിലെ നിഗൂഢതകളെ കുറിച്ചും ചുരുളഴിക്കാൻ സാധിച്ചിട്ടില്ല. ഏതു തരത്തിലുള്ള സൃഷ്ടിയിൽ ഏർപ്പെടുന്നതിനും ഡാവിഞ്ചിക്ക് തന്റേതായ രീതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രഹണശക്തിയുടെ ആഴവും പരപ്പും അവയിൽ ഓരോന്നിലും പ്രതിഫലിച്ചു. പറക്കുന്ന യന്ത്രം, പാരച്യൂട്ട് തുടങ്ങിയവയെല്ലാം ഔദ്യോഗികമായി കണ്ടുപിടിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഡാവിഞ്ചിയുടെ ഭാവനയിൽ പിറന്നിരുന്നു. വെള്ളത്തിനു മുകളിലൂടെ നടക്കാനുള്ള യന്ത്രം, വെള്ളത്തിലൂടെ ശ്വാസമെടുത്ത് നടക്കാനുള്ള യന്ത്രം,
യുദ്ധപീരങ്കിയുടെ മാതൃക, ആക്രമണം ചെറുക്കാൻ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, ഭൂപടങ്ങൾ, അന്തരീക്ഷത്തിലെ ഈർപ്പവും കാറ്റിന്റെ വേഗവും അളക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഡാവിഞ്ചി 500 വർഷം മുന്നേ രൂപകൽപ്പന ചെയ്തിരുന്നു. യാതൊരു തരത്തിലുമുള്ള ഔദ്യോഗിക വിദ്യാഭ്യാസവും ഇല്ലായിരുന്നിട്ടും ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ ഡാവിഞ്ചി പഠനങ്ങൾ നടത്തി. പ്രകാശശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചു. പ്രകാശരശ്മികൾ കണ്ണിൽ പതിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചു. കാഴ്ചകളും വീക്ഷണങ്ങളും മാറുമ്പോൾ കണ്ണുകളിൽ രൂപപ്പെടുന്ന മായ കാഴ്ചകൾ പകർത്തി. മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ചും മനുഷ്യന്റെ തലയോട്ടിയും എല്ലും പല്ലുമെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കിയും പകർത്തിയുമാണ് അദ്ദേഹം ഓരോ സൃഷ്ടിക്കും രൂപം നൽകിയത്. തന്റെ നിരീക്ഷണങ്ങളെല്ലാം തന്നെ ഡാവിഞ്ചി കുഞ്ഞു കുഞ്ഞു കുറിപ്പുകളായി താളുകളിൽ എഴുതി വെച്ചു. ചിലതെല്ലാം വരച്ചിട്ടു. 1519 മെയ് 2 തന്റെ 67-ാം വയസ്സിൽ മരണമടഞ്ഞ ഡാവിഞ്ചിയുടെ ശേഖരത്തിൽ നിന്ന് 7000-ത്തിലധികം കുറിപ്പുകളാണ് കണ്ടെടുത്തത്. പ്രകാശശാസ്ത്രത്തിലെ അറിവുകൾ മുതൽ കറങ്ങുന്ന പാലത്തിന്റെയും പറക്കുന്ന യന്ത്രത്തിന്റെയും ഡിസൈനുകളും പ്രവർത്തനവും വരെ ഉൾപ്പെടുന്ന ഈ അമൂല്യ സംഹിത ഇന്ന് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സുരക്ഷിതമാണ്. ഇനി മൊണാലിസയിലേക്ക് വരാം. ഡാവിഞ്ചി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് മൊണാലിസ എന്ന സൃഷ്ടിയാണ്. വളരെ സാധാരണമെന്ന് തോന്നാവുന്ന പെയിന്റിങ്ങിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് 500 വർഷങ്ങൾക്ക് ഇപ്പുറവും ഗവേഷകർക്ക് കണ്ടെത്താനാകാത്ത വളരെ വലിയ രഹസ്യങ്ങളാണ്. അവയിൽ ചിലതെല്ലാം ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് പറയുവാൻ കഴിയില്ല. കാരണം ഒരു ചിത്രകാരന് മാത്രമേ അയാളുടെ സൃഷ്ടിയെക്കുറിച്ചും അതിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢതകളെക്കുറിച്ചും മറ്റാരെക്കാളും നന്നായി അറിയുവാൻ കഴിയും. നിഗൂഢതകളേറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി ആയതിനാൽ തന്നെ ഡാവിഞ്ചി സൃഷ്ടികളിലെല്ലാം ഇത്തരത്തിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. മൊണാലിസ എന്ന ചിത്രത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ചില രഹസ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. മൊണാലിസ ഒരു ഗർഭിണിയായ സ്ത്രീയായിരുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ഡാവിഞ്ചി മൊണാലിസയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്ന വസ്ത്രം തന്നെയായിരുന്നു അതിന് കാരണം. 500 വർഷങ്ങൾക്ക് മുമ്പ് ഗർഭിണിയായ സ്ത്രീകളാണ് ഇത്തരത്തിൽ കറുത്ത വസ്ത്രങ്ങൾ കൂടുതലും ധരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മൊണാലിസ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്തെന്നാൽ അക്കാലത്ത് ഇറ്റലിയിലും ഫ്രാൻസിലും താമസിച്ചിരുന്ന സ്ത്രീകളെല്ലാവരും മുടി പിന്നിലേക്കാണ് കെട്ടിവെച്ചിരുന്നത്. എന്നാൽ അത്തരത്തിൽ മുടി കെട്ടിവെക്കാതെ അഴിച്ചിട്ടിരുന്ന സ്ത്രീകളെല്ലാവരും പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. മാത്രമല്ല മൊണാലിസയുടെ മുഖത്ത് പുരികമില്ലാത്തതും ഈ പ്രസ്താവനയുടെ ആക്കം കൂട്ടി. അന്നത്തെ കാലത്ത് വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ മാത്രമായിരുന്നു അവരുടെ മുഖത്തുള്ള എല്ലാ രോമങ്ങളും നീക്കം ചെയ്തിരുന്നത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ മൊണാലിസ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് ഗവേഷകർ പറയുന്നത്. മൊണാലിസയുടെ കണ്ണുകളിലേക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ LV എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയും. ഡാവിഞ്ചിയുടെ സിഗ്നേച്ചർ കോഡാണ് LV. നിഗൂഢതകൾ ഏറെ ഇഷ്ടപ്പെടുന്നതിനാൽ തന്നെ ആവണം ഡാവിഞ്ചി ഇത് വേറെ ഒരിടത്തും നൽകാതെ ഇത്ര സൂക്ഷ്മമായി കണ്ണിനകത്ത് തന്നെ നൽകിയത്. മാത്രമല്ല മൊണാലിസയ്ക്ക് പിന്നിലായുള്ള പാലത്തിലും ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ ഇറ്റാലിയൻ ഭാഷയിൽ ഉത്തരങ്ങളുള്ളത് ഇവിടെയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായി 72 എന്ന് എഴുതിയിരിക്കുന്നതായും ഗവേഷകർ പറയുന്നുണ്ട്. തുടർന്ന് സംശയങ്ങൾക്കുള്ള വലിയ സൂചന പാലത്തിൽ നിന്ന് കിട്ടുമെന്നതിനാൽ കുറച്ച് ഗവേഷകർ ഇറ്റലിയിലെ ആ പാലത്തിൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ നിന്നും അവർ കണ്ടെത്തിയത് പാലം നിർമ്മിച്ചിരിക്കുന്നത് 1472 എന്നതായിരുന്നു. ഒരുപക്ഷെ ഈ പാലം നിർമ്മിച്ച സമയം ഡാവിഞ്ചി ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം പാലത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു ഗവേഷകർ എത്തിച്ചേർന്നത്. എന്നാൽ നിരവധി കണ്ടുപിടുത്തങ്ങൾക്കൊടുവിൽ മൊണാലിസ ഒരു സ്ത്രീയല്ല പുരുഷനാണ് എന്ന മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലും ഗവേഷകർ നടത്തി. ഡാവിഞ്ചിയുടെ ശിഷ്യനായിരുന്ന സലൈ എന്നു പേരുള്ള പുരുഷനായിരുന്നു മോഡലായി ഇരുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതിന് കാരണമായി മൊണാലിസയുടെയും സലയുടെയും രൂപങ്ങൾ തമ്മിലുള്ള സാദൃശ്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. അതേസമയം മൊണാലിസയിൽ നിന്നും ഒരു ഏലിയനെയും ഗവേഷകർ കണ്ടുപിടിച്ചിരുന്നു. ഡാവിഞ്ചിയുടെ എഴുത്തുകളെല്ലാം തന്നെ കണ്ണാടിക്ക് നേരെ പിടിച്ചാൽ മാത്രമേ വായിക്കാൻ പറ്റൂ എന്നതിനാൽ മൊണാലിസയും കണ്ണാടിക്ക് നേരെ പിടിച്ച തരത്തിലുള്ള ചിത്രത്തിൽ നിന്നുമാണ് ഒളിഞ്ഞിരിക്കുന്ന ഏലിയനെ ഗവേഷകർ കണ്ടെത്തിയത്. ഇതിൽ നിന്നും ഏലിയനുകൾ ഭൂമിയിൽ വരാമെന്നോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനോ ഉള്ള സൂചനയാണ് ഡാവിഞ്ചി നൽകിയതെന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന മൊണാലിസയെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഡാവിഞ്ചി ചെലവിട്ടത് 16 വർഷമാണ്. തന്റെ മരണം വരെയും അദ്ദേഹം മൊണാലിസയെ കൈവിട്ടില്ല. എന്നാൽ മൊണാലിസ എന്ന ഈ ചിത്രം അപൂർണമാണെന്നും ഒരു കൂട്ടം ഗവേഷകർ വാദിക്കുന്നുണ്ട്.
ഒരു വീഴ്ച സംഭവിച്ച് ഡാവിഞ്ചിയുടെ നാഡിക്ക് പരിക്കേൽക്കുകയും അദ്ദേഹത്തിന് ചിത്രം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഡാവിഞ്ചിക്ക് കൈകൾ അനക്കാൻ കഴിയാത്ത വിധം ഒരു തളർച്ച ബാധിച്ചിരുന്നു എന്നാണ് റോയൽ സൊസൈറ്റി ഓഫ് മെഡിസിൻ ഡോക്ടർമാർ പറയുന്നത്. ഇതോടെ ബ്രഷും പാലറ്റും ഉയർത്താൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നു. ഡാവിഞ്ചി വിഷയമായ 2 കലാസൃഷ്ടികൾ പഠിച്ചതിൽ നിന്നാണ് ഗവേഷകർ ഈ അതിശയിപ്പിക്കുന്ന ഒരു വിവരം തിരിച്ചറിയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജിയോവാനി ആംബ്രേജിയോ ഫിഗിനോ വരച്ച ഡാവിഞ്ചി പെയിന്റിംഗിൽ അദ്ദേഹത്തിന്റെ വലത് കൈമടക്കുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ച നിലയിലാണ്. ഇത് അൾനാർ പാൾസി എന്ന അസുഖം കാരണമാണെന്ന് ഗവേഷകർ പറയുന്നു. മറ്റേതൊരു കലാസൃഷ്ടിയെക്കാളും ചരിത്ര ഗ്രന്ഥങ്ങളെക്കാളും ചിത്രകല എന്തുകൊണ്ട് മികച്ചതായി നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ലിയനാർഡോ മിലാനിൽ നടത്തിയ പ്രസംഗം വളരെ പ്രശസ്തമാണ്. അതിലൊരു പ്രധാന വാദം ഇങ്ങനെയായിരുന്നു: കേവലം യാഥാർത്ഥ്യത്തെ അതുപോലെ പകർത്തുക മാത്രമല്ല ഒരു ചിത്രകാരൻ ചെയ്യുന്നത്, അവർ അതിനെ ജീവനുള്ളതാക്കുന്നു. തന്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് നേടിയെടുത്ത അറിവിൽ ഭാവനയും മാസ്മരികതയും കൗശലവും ചേർത്ത് ചിത്രകാരൻ പുതിയ രൂപങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെയാണ് പിശാചുക്കളും ഭൂതങ്ങളും അത്ഭുത ചിറകുള്ള മാലാഖമാരും പിറക്കുന്നത്. കാണുന്ന ഭൂമിയെക്കാളും സുന്ദരമായ ഭൂമിയാണ് ചിത്രകാരൻ സൃഷ്ടിക്കുന്നത്. പ്രകൃതി സൃഷ്ടികളെ മാത്രമല്ല അവർ പകർത്തിയത്, പ്രകൃതി ഇതുവരെ സൃഷ്ടിക്കാത്തവയും അവർ സൃഷ്ടിച്ചു. ഇതായിരുന്നു ഡാവിഞ്ചി പറഞ്ഞത്. ഒരു ചെറു ചിരിയിൽ 1000 ചോദ്യങ്ങളുമായി മനുഷ്യ മനസ്സിലേക്കും വികാരങ്ങളിലേക്കും ചിന്തകളിലേക്കും മൊണാലിസ ഇപ്പോഴും കടന്നു വരുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാവും. ഒരു മനുഷ്യന്റെ ചിന്ത അതുപോലെ മനസ്സിലാക്കാൻ മറ്റൊരു മനുഷ്യന് സാധിക്കുമോ? ഒരുപക്ഷെ ഇത് തന്നെയാകും 500 വർഷങ്ങൾക്കപ്പുറവും മൊണാലിസയിലൂടെ ഡാവിഞ്ചി പറയാൻ ശ്രമിച്ചതും. ഇതിലെ നിഗൂഢതകൾ പൂർണ്ണമായി അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലായിരിക്കാം. എന്നാൽ ഒരുപക്ഷെ അതായിരിക്കാം ഈ ചിത്രത്തിന്റെ യഥാർത്ഥ സൗന്ദര്യവും ആകർഷണവും. കാലം മാറിയാലും മൊണാലിസ എന്നും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിലകൊള്ളും.